നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിശങ്കറെ, രോഹിത്തിനെ, നാരനെ അവരെല്ലാരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അവിടെ വെച്ചാണല്ലോ ശരണ്യെ പേടിപ്പിച്ച് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് മുറ്റത്ത് വന്ന് നിന്നിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ രമേശ് പണിക്കർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ വ്യക്തമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് ഹരിശങ്കർ. അപ്പൊ തന്നെ അവനിട്ട് നല്ലത് കിട്ടുകയും ചെയ്തു. എല്ലാത്തിനെയും പിന്നിൽ അവനാണ് ഇതിന്റെ സൂത്രധാരനെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ബാക്കി അകത്ത് എന്നിട്ടെന്നും പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോലീസ് അകത്തേക്ക് അങ്ങോട്ട് കയറി. പിന്നീട് ചോദ്യം ചെയ്യാൻ തുടങ്ങുവാണ്. സത്യം പറയടാ, അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നപ്പോ അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, അതെ ഇവന്റെ നരന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. എന്നിട്ട് നീ എന്താ ചെയ്തേന്ന് ചോദിച്ചു. അല്ല, ഞാനും അവളും വരണ സമയത്ത് ബാക്കി എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെ. ഈ സമയത്ത് രോഹിത് തല കുനിച്ച് നിൽക്കുക. എന്താടാ നീ തല കുനിച്ച് നിൽക്കുന്നേ? തല ഉടുത്തി പിടിച്ച് നിൽക്കടാന്ന് പറഞ്ഞു. നീയൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ട് എന്തെടുക്കുമായിരുന്നു ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഞാനൊന്നും എടുക്കുമായിരുന്നില്ല സാറേ. പിന്നെ എന്തൊരു പാവത്തം. പിന്നീട് രോഹിത് പറഞ്ഞു, അത് പിന്നെ ഇവിടെ ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് കുടിച്ചെന്ന് പറഞ്ഞു. ഓ, അപ്പൊ നേരത്തെ തന്നെ ബിയറൊക്കെ കുടിച്ച് എല്ലാം സെറ്റായി ഇരിക്കുമായിരുന്നില്ലേ ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഹരിശങ്കറോട് ചോദിച്ചു, എന്നിട്ട് ബാക്കി പറയടാന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്താടാ അവള് ഒച്ചപ്പാടുണ്ടാക്കിയില്ലേ, ബഹളം വെച്ചില്ലേന്ന് ചോദിച്ചു. ഇല്ല സാറേ, അതെന്താടാന്ന് ചോദിച്ചു. അത് പിന്നെ അവൾക്ക് വെള്ളത്തിനകത്ത് മയക്കുമരുന്ന് കടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഹരിശങ്കർ പറഞ്ഞു. പറഞ്ഞു തീരില്ല, പാട്ടക്കം പൊട്ടുന്ന പോലെ അവന്റെ കർണത്തിലിട്ടൊരു ഒറ്റ അടിയായിരുന്നു. ഹേടാ മോനെ എന്ന് പറഞ്ഞ് കുറെ ചീത്ത അങ്ങോട്ട് വിളിച്ചു. നീയൊക്കെ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് ഒന്ന് കറങ്ങി അവിടെ നിൽക്കുവാണ് ഹരിശങ്കർ. കാരണം അമ്മാതിരി അടിയായിരുന്നു ഹരിശങ്കറിന്റെ കിട്ടിയത്. ഹരിശങ്കർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ വിളിച്ചോണ്ട് വന്ന് അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വയ്യാവേലി തനിക്ക് തലയിലേക്ക് വരുമെന്ന്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന എല്ലാം ഒതുക്കത്തെ തീർക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. അത് മാത്രമല്ല, രോഹിത്താണെങ്കിൽ ഹരിശങ്കറിന്റെ കള്ളത്തരങ്ങളൊക്കെ കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയായിരുന്നു. കാരണം തന്നോട് പറഞ്ഞ താനും അവളും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അത് മാത്രമല്ല, അവളെ താൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് രോഹിത്തിനോട് കള്ളത്തരം പറഞ്ഞ ഹരിശങ്കർ. പക്ഷെ പോലീസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സത്യാവസ്ഥകളൊക്കെ അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ രോഹിത്തിന് സങ്കടമായി. ഇവൻ തന്നോട് പകുതി കാര്യങ്ങളും കള്ളത്തരം പറഞ്ഞെന്ന് മനസ്സിലായി. ആ സമയത്ത് രാജീവൻ വരുന്നുണ്ട്. കാരണം രാജീവനോട് വരാനായിട്ട് പറഞ്ഞ് ശിവശങ്കരനാണ്, എത്രയും പെട്ടെന്ന് നീയും കൂടെ വരണം, നീയും കൂടെ വരാതെ പറ്റില്ല, എന്നെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിസ്സാര കാര്യമില്ല, ജാമ്യം പോലും കിട്ടത്തില്ലെന്നാ വക്കീലിനോട് ചോദിച്ചും പറഞ്ഞേ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്ങനെ ജാമ്യം കിട്ടാനാ? പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നേ. പോക്സോ കേസിൽ പെടുത്താനായിട്ടാണ് തീരുമാനം. അങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ വെറുതെ വിടുവോ? പിന്നീട് രാജീവൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ശിവശങ്കരൻ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, എടാ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഊഹവും ഇല്ലടാ. വക്കീലിനെ കണ്ടിട്ടും ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 1-2 വക്കീലന്മാരുടെ കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ ജാമ്യം പോലും കിട്ടത്തില്ലെന്നാ പറയണേ. പിന്നീട് രാജീവൻ പറഞ്ഞു, ശിവേട്ട ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ എന്ന് വെച്ചു. അതെ, എന്തെങ്കിലും ചെയ്യണം. അവന്മാരെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെ കോടതിയെ ഹാജരാക്കും. അപ്പോൾ ഒന്ന് പോയി കാണണ്ടേ? ഒരു പക്ഷേ നമ്മളാരും ചെല്ലാത്തോണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും മണിശങ്കർ പറഞ്ഞു, അതെ അച്ഛനും വെളയച്ചനും ഇത് എന്തു ഭാവിച്ച അങ്ങോട്ടേക്ക് എങ്ങാനും ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് തല്ലിക്കൊല്ലി നമ്മളെന്ന് പറഞ്ഞു. അവന്മാരെ കോടതി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും എന്താണ്, കോടതിക്കുള്ളിലേക്ക് ഒരു 10-500 പേരെങ്കിലും ഇടിച്ചു കയറി വരും എന്നുള്ള കാര്യം ഉറപ്പാ. അവരുടെ മുന്നിൽ നമ്മൾ ചെന്ന് പെട്ടുകൊടുത്താൽ അതെ ഉറുമ്പിനെ ഞരടി കൊള്ളുന്നവരെ നമ്മളെ അവർ തീർത്ത് കളയും. കാരണം അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരിക്കും. പാമ്പൊടിച്ചൊരു പെൺകൊച്ചിനെ 2-3 പേര് കൂടി പീഡിപ്പിച്ച കേസാ, അല്ലാതെ ഇത് ചെറിയ കാര്യമൊന്നുമില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഭാഗത്തും പതുങ്ങിയിരിക്കാനാണോ? അതൊന്നും പറ്റില്ല, അവൻ എന്റെ മോനാ, എനിക്ക് അവനെ കണ്ടേ തീരുവുള്ളൂ എന്ന് പറഞ്ഞു. മനുശങ്കർ പറഞ്ഞു, എന്താന്ന് വെച്ചാ പോയി കാണിച്ചു കൂട്ട്. അല്ല, ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ഇതിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല അച്ഛാ, നേരത്തെ തന്നെ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. മുമ്പ് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. കമല പറഞ്ഞു, എടാ അതൊക്കെ എന്തിനാടാ ഇപ്പൊ പറയണെന്ന് ചോദിച്ചു. മിണ്ടരുതമ്മ, അന്ന് അലീനയുടെ നേരെ അതിക്രമം ഉണ്ടായി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരുന്നെങ്കിൽ, അവനെ വാണി ചെയ്യുമായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആവത്തില്ലായിരുന്നു. അമ്മ എപ്പോഴും രോഹിത്തിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. പക്ഷേങ്കില് ഇവിടെ പ്രതി ഹരിശങ്കറാണ്. ഹരിശങ്കർ സ്നേഹിച്ച പെണ്ണാവള്. അവനാണ് ഇതിന്റെ എല്ലാത്തിനും പിന്നില്. എന്നിട്ട് രോഹിത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു. അമ്മയ്ക്ക് അതൊക്കെ പറയാനായിട്ട് എന്ത് യോഗ്യതയുള്ളേ അവനെ കുറ്റം പറയാനുള്ളതെന്ന് ചോദിച്ചു.
അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, എടാ എനിക്കറിയാവുന്നിടത്തെല്ലാം ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ല. കാരണം ഇത് നിസ്സാര കേസല്ലെന്ന് എല്ലാവരും പറയണേ. ഇപ്പോഴെന്തേലും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വെറുതെ ഇരിക്കില്ലാന്ന്. ആ പെങ്കൊച്ചിന് പ്രായപൂർത്തി ആയിട്ടും കൂടെ ഇല്ലെങ്കിൽ തീർന്നു. അത് ഓർക്കുമ്പോൾ ഏറ്റവും വലിയ വിഷമം. ഇനിയിപ്പോൾ ആ പെങ്കൊച്ചിന് മൊഴി പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ മനശങ്കർ പറഞ്ഞു, അത് ഉറപ്പല്ലേ, എന്താണെങ്കിലും ആ പെങ്കൊച്ച ഇവനെതിരെ മൊഴി കൊടുക്കത്തുള്ളൂ. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ അച്ഛനും വെല്ലച്ചനും ഒന്നും ഒരു ടെൻഷനും വേണ്ട. വരാനുള്ള എന്താന്ന് വെച്ചാൽ അനുഭവിച്ചാളാനും പറഞ്ഞിട്ട് മനശങ്കർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് രോഹിത്തിനെയൊക്കെ തെളിവെടുപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഗേറ്റിനോട് കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസുകാര് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാരൊക്കെ കൂലിവിളികളും കാര്യങ്ങളും ചീത്ത പറയലും കേളക്കാൻ അറപ്പുള്ള രീതിയിലുള്ള തെറികളൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ ഭയങ്കര രോഷമായിരുന്നു. അവന്മാരെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുക, ഞങ്ങൾ കൈകാര്യം ചെയ്യാം, ഞങ്ങൾ അവന്മാരുടെ സൂക്കേട് മാറ്റി കൊടുക്കാം. പാവം പിടിച്ച ഒരു പെങ്കൊച്ചിനെ പൂച്ച എലിയെ തട്ടി കളിക്കുന്ന പോലെ തട്ടിക്കളിച്ചിട്ട് അവന്മാര് സുഖിച്ച് അവന്മാരൊന്നും വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു, ഈമാരൊക്കെ അകത്ത് പോയാലും തിന്നു കൊടുത്തിരിക്കുള്ളൂ, വലിയവന്മാരുടെ മക്കളൊക്കെ അല്ലേ, ആ പുഷ്പം പോലെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഒരുമാരെയൊക്കെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയാണ്. അപ്പോഴേക്കും എന്ത് ചെയ്തു, ഒരുത്തന് ഗേറ്റിന് ഇപ്പുറം ചാടിക്കിടന്ന് അകത്തേക്ക് ഓടി അങ്ങോട്ട് പോകാൻ തുടങ്ങണം. അപ്പോഴേക്കും പോലീസുകാരനെ പിടിച്ചു നിർത്തി. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞോണ്ട്, സാറേ അവന്മാരെ ഇന്ന് ഞാൻ തീർക്കുമെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞിട്ട് അവനെ അടിക്കുകയൊക്കെ ചെയ്യണം. കാരണം പോലീസുകാരുടെ പ്രൊട്ടക്ഷനിലാണ് ഇപ്പൊ ഹരിശങ്കർ രോഗത്തൊക്കെ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സമാധാനം പറയേണ്ട പോലീസുകാരാണല്ലോ. അതേസമയത്ത് അകത്ത് തകൃതിയായി ചോദ്യം ചെയ്യത്തും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഹരിശങ്കറോട് ചോദിച്ചു, പിന്നീട് മയക്കുമരുന്ന് കൊടുത്ത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ ഇവിടെ വന്നു കഴിഞ്ഞപ്പത്തിന് അവൾക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നിയായിരുന്നു. പിന്നീട് എന്താടാ എന്ന് രമേശ് പണിക്കര് ചോദിച്ചു. അതിനുശേഷം അവളെ കൊണ്ട് ഞാൻ മുറിയിലേക്ക് പോയെന്ന് പറഞ്ഞു. എടാ വൃത്തികെട്ടവനെ, എന്നിട്ട് പിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അതിനുശേഷം എന്താ നീ ചെയ്തേ? അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് ഇവര് മുറിയിലേക്ക് കയറിയെന്ന് പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വീണ്ടും ഹരിശങ്കറിനെ കിട്ടി. എടാ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നീ പാവം പിടിച്ച ഒരു പെങ്കൊച്ചിനെ നിന്റെ കൂട്ടുകാർക്ക് കാഴ്ച വെച്ചില്ലേ? നീ അവളെ പ്രേമം നടിച്ച് വഞ്ചിച്ച് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് കൂട്ടുകാർക്ക് കാഴ്ചയും കൂടെ വെച്ചു. എടാ നീയൊക്കെ ഒരാണാണോടാ എന്നും ചോദിച്ചോണ്ടാണ് തല്ലിച്ചതയ്ക്കുന്നത്. ഒടുവിൽ രോഹിത്തിനോട് ചോദിച്ചു, സത്യം പറ നീ എന്താടാ ചെയ്തേ? സാറേ ഞാൻ മദ്യപിച്ചെന്നുള്ള ശരി തന്നെയാ, പക്ഷേ എങ്കിലും ഞാൻ ആ മുറിയിലേക്ക് പോയില്ല. എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയലടാ, സത്യമാ സാറേ പറയണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് പോലീസുകാർക്ക് താല്പര്യമില്ലായിരുന്നു. ബാക്കി രണ്ടുപേരും അവർ ചെയ്ത കാര്യങ്ങൾ പറയാണ്. പക്ഷെ രോഹിത്ത് മാത്രം സഹകരിച്ചില്ല. അവൻ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് പറയണത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ ഒന്ന് മദ്യപിച്ചു, അത് ശരി തന്നെയാ, പക്ഷേ എങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ഞാനിവിടെ നിന്ന് അപ്പം തന്നെ പോയെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല വിധം തന്നെ അവന്മാർക്കിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ആൾക്കാരൊന്ന് ഭയങ്കര ഒച്ചപ്പാടും വെള്ളമാണ്. അങ്ങനെ പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പിന്നാലെ തന്നെ ആൾക്കാർ ഓടുവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരെ കോടതിയിലേക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുവരുവാണ്. ആ സമയത്ത് കോടതി പരിസരത്തും ഒക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പോരാത്തതിന് സോഷ്യൽ മീഡിയാസും ന്യൂസ് ചാനലും എല്ലാവരും ഉണ്ടായിരുന്നു. അവന്മാരുടെ മുഖം ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അവർക്ക് വാർത്ത ഉണ്ടാക്കണമല്ലോ. ആ സമയം രോഹിത്തിനും ഹരിശങ്കറിനും തല ഉയർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രോഹിത്തൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വൈതരണി. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചിന്തിച്ചത് പോലില്ല. അലീനയാണെങ്കിലും ബാലേന്ദ്രനാണെങ്കിലും പലവട്ടം ഉപദേശിച്ച അവനെ. പക്ഷെ അന്നൊന്നും അത് കേൾക്കാനായിട്ട് അവൻ കൂട്ടാക്കിയില്ല. അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു. ഈ സമയം കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശിവശങ്കരനും രാജീവനും ഒക്കെ. അങ്ങനെ വരുന്ന വഴി വൈജയന്തി ശിവശങ്കരനെ വിളിച്ചു. ശിവേട്ടൻ ഇത് എവിടെയാന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ശിവേട്ട എന്തേലും ചെയ്യണം അവരെ ഇറക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ മാത്രമല്ല രാജീവനും എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ ഏതാ അവസ്ഥ എന്നൊക്കെ അറിയത്തില്ല, നോക്കട്ടെ, ഇതിപ്പോ പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും വൈജയന്തി പറഞ്ഞു, എന്ത് വേണേലും കൊടുക്കാം, വേണമെങ്കിൽ ആ പെണ്ണിന് വേണമെങ്കിൽ നഷ്ടപരിഹാരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. ദേ വൈജയ്, നീ ഇമാതിരി വർത്താനം കൂടെ പറയരുത് കേട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളെ പിടിച്ചിട്ട് അകത്തിടൂന്ന് പറയണം. ഇനി ഇത് പോക്സോ കേസാകാതെ നോക്കിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവശങ്കരൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും വൈജയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബാലേന്ദ്രനെ കാണാൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ്.
ബാലേന്ദ്രനോട് സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താടോ തനിക്ക് വീട്ടിൽ പോകാൻ ധൃതിയാന്ന് ചോദിച്ചു. അല്ല സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എടോ മക്കളെ വളർത്തുമ്പോൾ നേരെ ചൊവ്വ വളർത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാ. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാൻ പാടില്ലാത്ത, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ആ പെങ്കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ പുറലോകം കാണത്തില്ലായിരുന്നു തൻ്റെയൊക്കെ മക്കളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. കാരണം താനിതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അച്ഛനല്ലേ അവനെ നേരെ ചൊവ്വ വളർത്താത്ത തൻ്റെ കയ്യിലെ കുഴപ്പമാണ്. അപ്പൊ തന്നെയല്ലേ എല്ലാവരും ചീത്ത പറയുള്ളൂ. മക്കളെന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാരുടെ കുഴപ്പം കൊണ്ടാ പറയത്തുള്ളൂ. പക്ഷെ അവരെ നേർവഴിക്ക് നയിക്കാൻ നോക്കിയിട്ട് അവരവരുടെ തോന്നിയാസം പോവുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? ബാലേന്ദ്രൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.